Hi dear friends, Rinus ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുളി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചക്കരപ്പുളി അല്ലെങ്കിൽ മധുരപ്പുളി എന്നൊക്കെ പറയാം. ഇത് പച്ചപ്പുളി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി പച്ചപ്പുളി വെച്ചിട്ടാ തയ്യാറാക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഇത് വീഡിയോ കാണാതെ പോവണ്ട, മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും പുളിയൊക്കെ കിട്ടുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ കുറച്ച് പച്ചപ്പുളി എടുത്തിട്ടുണ്ട്. പച്ചപ്പുളിയാണ് എടുക്കേണ്ടത്, പഴുത്ത പുളിയല്ല. ഇപ്പോൾ പച്ചപ്പുളിയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. ഇതിനി നമുക്കൊരു കവറിലിട്ടിട്ട് ഫ്രീസറിൽ ഒരു ദിവസം മുഴുവനായിട്ട് തണുപ്പിക്കാൻ വെക്കാം. നല്ല ഐസായിട്ട് കിട്ടണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, താഴെ ഭാഗത്തല്ല. നന്നായിട്ട് ഐസായിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഒരു ദിവസം മുഴുവനായിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതാണ് ഇത്. ഇതുപോലെ നന്നായിട്ട് ഐസായിട്ട് കിട്ടണം. ഇനി ഇതിൻ്റെ തോട് നമുക്ക് കളഞ്ഞെടുക്കാം. ഇത് വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ കഴിയും. ഈ പുളി മുഴുവനായിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. പുളി മുഴുവനായിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു കളയണം. അതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ കുരും തണുപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റുക. ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് ഒന്ന് കത്തി വെച്ച് വരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് കുരു കളയാൻ കഴിയും. അപ്പോൾ ഇതാ തോടൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലോട്ടൊരു 5 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിനടുത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു എരിവൂടെ വേണം അതിന്. ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇടയ്ക്കിടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോഴേ തന്നെ കഴിച്ചു നോക്കാൻ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ആവുമ്പോൾ ഒരു വശം കൂടുതലായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. അത് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ മധുരപ്പുളി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് ചെറിയൊരു സ്വീറ്റും അതോടൊപ്പം തന്നെ ചെറിയൊരു എരിവും കൂടെയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലൊരു വെറൈറ്റി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.